ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഓന്റെ സ്പോൺസർ ഉണ്ട് അർബാബ് അല്ലെ, അറബിയാളെ അർബാബ് സ്പോൺസർ അർബാബ് എന്നാ പറയാ നമ്മളെ നാട്ടുകാർ. അപ്പോ ഓന്റെ സ്പോൺസർ ഒരു ചെക്കൻ അറബി ഉണ്ട്, ചെറിയ ചെക്കനാണ്. അപ്പോ ഓ നല്ല മുത്തക്കിയാണ്, നല്ല ഉസാറാണ്, നല്ല ചെക്കനാണ് എന്ന് എന്നോട് പറഞ്ഞിരുന്നു. എന്റെ ഇപ്പത്തെ അറബി ചെക്കനോ ഭയങ്കര ഉസാറാണ്. നമ്മൾ എത്ര ഉസാർ ഇപ്പൊ എന്താ കണ്ടു വെച്ചാൽ നമ്മളങ്ങനെ ചോദിക്കുമല്ലോ, ഭയങ്കര ഒരാളെ വല്ലാതെ ഉസാറാക്കുമ്പോൾ നമുക്ക് അറിയണല്ലോ വയലോടിലും പിറ്റാക്കാൻ പറ്റുമോ നോക്കണല്ലോ. അപ്പൊ എത്ര വലിയ ഉസാർ എന്റെ അർബാബിന് ചോദിച്ചാൽ അപ്പോ പറഞ്ഞ മറുപടി എന്താ, എന്നെ ഏസിന്റെ പണിക്ക് വേണ്ടി അവന്റെ പരിക്ക് പറഞ്ഞ ചൊരീസം. അപ്പോ പോയപ്പോ എന്നോട് പോകുമ്പോ എന്നോട് പറയാണ്, ഞാൻ ചെല്ലുമ്പോ എന്റെ വാപ്പ ഉണ്ടാവും അവിടെ, എന്റെ വാപ്പ പെരും ചൊറിയനാണ്, എങ്ങനെ പണിയെടുത്ത് കൊടുത്തു വന്ന് അനങ്ങനെ മാന്തി കൊണ്ടുപോകും, അങ്ങനല്ല ഈ സ്വിച്ച് ശരിയായിട്ടില്ല, അനങ്ങനെ ഇടങ്ങാറാക്കും. ഒരിക്കലും എന്റെ വാപ്പാനെ പറ്റി എന്ത് ചെയ്യരുത്, ഒരു മോശം വിചാരിച്ചത്. എന്റെ വാപ്പാനെ പറ്റി എന്റെ മനസ്സിൽ എന്ത് ചെയ്യരുത്, ഒരു ദേഷ്യം വരരുത്. ഇത് നാളെ പരലോകത്തേക്ക് വെക്കരുത്. എനക്ക് എപ്പ ഈറൊടിച്ചുണ്ടോ അപ്പൊ ഇന്നലെ വിളിക്കുക, എന്നിട്ട് എനിക്ക് പറയാനുള്ള എന്റെ വാപ്പാനെ പറയാനുള്ള ചീട്ടൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിയാണ്. എന്താലേ അങ്ങനത്തെ മക്കളെ കിട്ടുമെങ്കിൽ നമ്മളൊക്കെ എന്താ പറയാ, ഒരു തന്തണ്ട വാക്കോലായ്മ ചൊറിഞ്ഞു മാന്തി ഇങ്ങനെ കുത്തിരിക്കണ്ട, ഒരു പണിയില്ലായെങ്കിൽ അത് വൈൻഡ് ചെയ്യണ്ടെന്നാ പറയാ. ഇതെന്താ പറഞ്ഞത്, എന്റെ വാപ്പന്റെ വയസ്സായിക്കണ അയാൾ അങ്ങനെയാണ്, അതുകൊണ്ട് എനിക്കൊരു വിഷമം തോന്നിയാല് അപ്പൊ എന്നെ വിളിച്ച് ചീത്തറിഞ്ഞോണ്ടി എന്റെ വാപ്പാനെ പറ്റി ഒരു മോശം വിചാരിച്ചില്ല. അത്രയാണ് അറബികൾക്ക് വാപ്പാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. വാപ്പാന്ന് പറഞ്ഞാൽ അങ്ങനെ. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു അറബി ചികിത്സക്ക് വന്നിരുന്നു. അപ്പോ 17 മക്കളുണ്ട് അറബിക്ക്. അപ്പൊ 2 ആൺകുട്ടികളാണ് വാപ്പാനെ നോക്കാൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പോ ഇതിൽ ഒരുത്തുണ്ട്, ഓൻ ഗുളികൾ തീർത്താലേ വാപ്പ കുടിച്ചുള്ളൂ, ഓൻ വെള്ളം തീർത്താലേ വാപ്പ കുടിച്ചുള്ളൂ, മറ്റോട് തീർത്താൽ കുടിച്ചില്ല. ഓനോട് അത്രയും സ്നേഹമാണ്. അപ്പൊ ഞാൻ ഇതിങ്ങനെ കാണും, നമുക്കൊരു ഹരാണല്ലോ ഇത് ബന്ധം ഇങ്ങനെ. അപ്പൊ മറ്റോട് ചോദിച്ചപ്പോ പറയണേ, ഇവന്റെ മാനെ വാപ്പ 2 മാസമായി ഇങ്ങനെ തലാക്കില്ലേ, നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? അതായത് ഇവന്റെ അമ്മയും ബാപ്പയും ആകെ ജീവിച്ച് 2 മാസമാണ്. 2 മാസത്തെ ബന്ധത്തിലുണ്ടായ ചെക്കനാണത്. നമ്മളെ നാട്ടിലെ ബാപ്പാനെ കണ്ട കല്ലെടുത്തെറിയും. 2 മാസം കഴിഞ്ഞ് മാനെ തലാക്കിന്റെ ഒരു ബാപ്പാനെ കണ്ടാല് കല്ലെടുത്തെറിയും. എന്നിട്ട് ആ മകനും ബാപ്പയും തമ്മിലുള്ള ബന്ധം അത്. ഓൻ വെള്ളം കൊടുത്താലേ ബാപ്പ കുടിച്ചുള്ളൂ, ഓൻ ഗുളി കൊടുത്താലേ ബാപ്പ കുടിച്ചുള്ളൂ, ഓ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ബാപ്പ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഓൻ ഉറങ്ങൂല. അത്രയും സ്നേഹം. അങ്ങനെയാണ്. അതാണ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അറബികളുടെ സ്റ്റൈൽ. എങ്ങനെയാണ്